കേരളത്തിലെ മെത്രാന്മാർ ഇതുവരെ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവരെ പ്രീണിപ്പിക്കുകയും ഇവരുടെ കേക്ക് കഴിക്കുകയും ഇവരോട് പ്രധാനമന്ത്രിയോടൊത്ത് ക്രിസ്മസിന് ഈസ്റ്ററിനും പോയി കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തവരാണ്. അന്ന് ഇവരാരും ഓർത്തില്ലേ ഈ പ്രത്യയശാസ്ത്രം എന്താണെന്ന്? അവർക്കാർക്കും മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവിടെ ശക്തമായ മുസ്ലിം വിരോധം പടർത്തുന്നതും ആരാണ്? അതിനകത്ത് മെത്രാന്മാർ പോലും ഉണ്ട്. ഇതാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ശണ്ടയുണ്ടാക്കിയാലേ BJPക്ക് വോട്ട് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വ്യക്തമായവർ കൃത്യമായി ഇവിടെ കേരളത്തിൽ മുസ്ലിം വിരോധം വർദ്ധിപ്പിച്ച തോതിൽ നിരന്തരമായി അത് പ്രൊപ്പഗാൻഡയിലൂടെ നടത്തുകയാണ്. ആ ഗതികേടിൽ ചെന്ന് വീഴുന്നവരായി മാറി മെത്രാന്മാരടക്കമുള്ള കത്തോലിക്ക അച്ഛന്മാർ പോലും. ഇതാണ് ക്രൈസ്തവർ നേരിടേണ്ട പ്രതിസന്ധി. ഇത് തിരിച്ചറിയാനുള്ള ബോധം, തിരിച്ചറിയാനുള്ള വിവേകം, രാഷ്ട്രീയം എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടമായിപ്പോയി എന്നാണ്. അത് വീണ്ടെടുക്കാൻ ശ്രമിക്കുമെന്നും അതുപോലെ ഒത്തൊരുമിച്ച് ഇതിനെ നേരിടണമെന്നും ആണ് എനിക്ക് പറയാൻ. പ്രതീക്ഷയില്ലാത്തവനല്ല, ജനാധിപത്യത്തിൽ പ്രതീക്ഷിക്കുന്നതിന് അത് ജനങ്ങളുടെ ശക്തിയാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റവും ഈ മനുഷ്യത്വമില്ലാത്ത ഭരണരീതിയെയും ചെറുക്കണം. ആ ചെറുത്തിരിപ്പിൽ മാത്രമേ നമുക്ക് മോചനമുള്ളൂ, നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.